നിങ്ങളുടെ കയ്യിൽ ഒരു ദിവസം മാറ്റിവെക്കാണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ 3 അടിപൊളി സ്പോട്ടുകൾ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരാൻ പറ്റിയ ഒരു അടിപൊളി ട്രിപ്പാണിത്. ഹേയ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ആദ്യം പോയ സ്പോട്ട് ഈ കാണുന്ന ചേരമാൻ ജുമാ മസ്ജിദാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ഈ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് മനോഹരമായ ചെമ്മീൻ കട്ടുകൾ കാണാം. കൊടുങ്ങല്ലൂർ, മാള, കരുവന്നൂർ എന്നീ ഭാഗങ്ങളിലാണ് ധാരാളമായിട്ട് ചെമ്മീൻ കൃഷി കാണുന്നത്. മാലിക് ബിൻ ദീനാറാണ് ഈ ചേരമാൻ ജുമാ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇപ്പോഴും ഉപയോഗത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന പള്ളി ഇതാണെന്ന് പറയപ്പെടുന്നു. ദിവസവും നിരവധി പേരാണ് ഇവിടെ സന്ദർശിക്കാനും മറ്റും എത്തുന്നത്. പള്ളിയുടെ അകത്തുള്ള പ്രാർത്ഥനാ ഹാളിന്റെ മനോഹരമായ കാഴ്ചയാണിത്. ഈ മനോഹരമായ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ. ഈ കാണുന്ന ഓടിട്ട കെട്ടിടത്തിനകത്താണ് മക്ബറ ഉള്ളത്. ചേരമാൻ ജുമാ മസ്ജിദ് സന്ദർശിച്ച് ഒരു 15 മിനിറ്റ് യാത്ര ചെയ്താൽ അഴീക്കോട് ബീച്ചിലേക്ക് എത്താം. ഇടതൂർന്നു നിൽക്കുന്ന പൈൻ മരങ്ങളാണ് ഈ ബീച്ചിന്റെ മനോഹരമായ മറ്റൊരു പ്രത്യേകത. നട്ടുച്ച നേരത്തും നല്ല തണുത്ത കാറ്റ് ആസ്വദിക്കാം ഇവിടെ. തൊട്ടടുത്ത് തന്നെയാണ് മുനമ്പം ബീച്ചും മുനക്കൽ ബീച്ചും. അഴിമുഖമുള്ളത് കൊണ്ട് തന്നെ ധാരാളം ഫിഷിംഗ് ബോട്ടുകൾ നമുക്ക് കാണാം. മുനക്കൽ ബീച്ചിൽ മനോഹരമായൊരു പാർക്കുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് വൈകുന്നേരങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്പോട്ട് കൂടിയാണിത്. ബീച്ചിലെ കാഴ്ചകൾ കണ്ട് ഇനി നേരെ ചിമ്മിനി ഡാമിലേക്ക് പോവാം. 2 വശത്തുമുള്ള റബ്ബർ എസ്റ്റേറ്റിന് നടുവിലൂടെയാണ് ഈ മനോഹരമായ പാത പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ചിമ്മിനി ഡാം. 1996 അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായത്. 36.15 കോടിയാണ് തുടക്കത്തിൽ നിർമ്മാണ ചെലവായി കണക്കാക്കിയിരുന്നത്. പദ്ധതി പൂർത്തിയായപ്പോഴേക്കും 59.71 കോടിയായി ആകെ നിർമ്മാണ ചെലവ്. ഡാമിലേക്കുള്ള മെയിൻ കവാടത്തിൽ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാൻ. ടിക്കറ്റ് ഒരാൾക്ക് 30 രൂപയാണ് വരുന്നത്. ഡാമിന് മുകളിൽ നിന്നുള്ള റിസർവോയറിന്റെ കാഴ്ചയാണിത്. മംഗലം അണക്കെട്ടുമായും പറമ്പിക്കുളം വന്യജീവി സങ്കേതവുമായും ചിമ്മിനി അണക്കെട്ടും റിസർവോയറും അതിർത്തി പങ്കിടുന്നുണ്ട്. വിനോദസഞ്ചാരികൾക്കായി ഏകദേശം 85 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഡാമിന് മുകളിലൂടെയുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. നമുക്ക് പീസ്ഫുൾ ആയിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ചിമ്മിനി ഡാം. ഡാമിൽ നിന്നുള്ള വെള്ളം പോകുന്ന കനാലാണ് ഈ കാണുന്നത്. പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ച. അങ്ങനെ ചിമ്മിനി ഡാം കണ്ട ശേഷം അവിടുന്ന് നേരെ ഞങ്ങൾ എത്തിയത് ഈ കാണുന്ന വൈറലായ നാച്ചുറൽ സ്റ്റേഡിയത്തിലേക്കാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും ഇരുട്ടാകാറായി. ഈ ഒരു ഗ്രൗണ്ടിന്റെ ഡ്രോൺ ഷോട്ട് ഇൻസ്റ്റഗ്രാമിൽ പലരും കണ്ടിട്ടുണ്ടാവും. ഒരു പ്രൈവറ്റ് റബ്ബർ എസ്റ്റേറ്റിന് നടുവിലാണ് ഈ ഗ്രൗണ്ട് ഉള്ളത്. ഇതിന്റെ തൊട്ടടുത്തുകൂടെ പുഴയും ഒഴുകുന്നുണ്ട്. ഈ ഒരു ലൊക്കേഷന് പറയുന്നത് കാര്യകുളം എന്നാണ്. ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ഒരു ലൊക്കേഷനും. റോഡിൽ നിന്നും ഇടതുഭാഗത്തേക്കുള്ള ഈ മണ്ണിട്ട വഴിയാണ് ഗ്രൗണ്ടിലേക്ക്. നേരം ഇരുട്ടി തുടങ്ങാറായി. ഇനി നേരെ നാട്ടിലേക്ക്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.